ബിഗ് ബോസിൻ്റെ കഴിഞ്ഞ വാരാന്ത്യ എപ്പിസോഡുകളിൽ ഒന്നായി അവതാരകൻ മോഹൻലാൽ എടുത്തു പറഞ്ഞ കാര്യമായിരുന്നു മത്സരാർത്ഥികൾ പാലിക്കേണ്ട വ്യക്തി ശുചിത്വം. ജാസ്മിൻ എന്ന മത്സരാർത്ഥിയുടെ ചില ഫുട്ടേജുകൾ കാണിച്ചുകൊണ്ടായിരുന്നു ഇത്. 4ാം വാരത്തിൽ ചൂടേറിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് ഹൗസിൽ പേഴ്സണൽ ഹൈജീൻ വിഷയമാക്കി ഇന്ന് വലിയ തർക്കങ്ങൾ നടന്നു. ജാസ്മിനെതിരെ ജിൻഡോയാണ് ആരോപണമായി എത്തിയത്. സ്വന്തം വസ്ത്രങ്ങൾ ജാസ്മിൻ ഹാളിൽ സോഫയിൽ ഇട്ടതാണ് പവർ ടീം അംഗം കൂടിയായ ജിൻഡോ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഭൂരിഭാഗം മത്സരാർത്ഥികളും ഈ വിഷയത്തിൽ ജാസ്മിനൊപ്പം നിന്നു. ജാസ്മിൻ കുളിക്കാൻ പോയപ്പോഴാണ് പവർ ടീം മീറ്റിംഗ് വിളിച്ചതെന്നും പെട്ടെന്ന് വസ്ത്രങ്ങൾ സോഫയിലിട്ട് ജാസ്മിൻ വരികയായിരുന്നെന്നും പിന്തുണച്ചവർ പറഞ്ഞു. മീറ്റിംഗിൽ ജിൻഡോയ്ക്കെതിരെ ഗബ്രിയുടെ ആരോപണമുണ്ടായിരുന്നു. ബാത്റൂം ഏരിയയിൽ ഉപയോഗിക്കുന്ന ചൂലുമായി ജിൻഡോ അടുക്കളയിൽ വന്നതാണ് ഗബ്രി ചൂണ്ടിക്കാട്ടിയത്. ചൂലിൻ്റെ അറ്റം അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ച് മുറിക്കാൻ നോക്കിയെന്നും ചൂലിൽ മുട്ടിച്ച് കത്തി കഴുകാതെ വെച്ചെന്നും പിന്നീട് താൻ ഇതിന് സാക്ഷിയാണെന്ന് പവർ ടീമിലെ മറ്റൊരംഗമായ അർജുനും പറഞ്ഞു. ഒരു നേരത്തെ ഡിഷ് വാഷിംഗ് ആണ് ജിൻഡോയ്ക്കായി തീരുമാനിച്ചതെന്ന് പവർ ടീമിലെ 3 അംഗ റസ്മിൻ പ്രഖ്യാപിച്ചു. എന്നാൽ താൻ അത് ചെയ്യില്ലെന്ന് ജിൻഡോ നിലപാട് പ്രഖ്യാപിച്ചു. ഗബ്രി പവർ ബെൽ മുഴക്കിയ വിഷയവും ജിൻഡോ മീറ്റിംഗിൽ ഉന്നയിച്ചു. അത് ഇനി ചെയ്യില്ലെന്ന് പറഞ്ഞുകൊണ്ട് 10 തവണ ഏത്തമിടണമെന്ന് ശിക്ഷയായി പവർ ടീം അംഗമായ അർജുനും റസ്മിനും ചേർന്ന് നൽകിയത്. ജിൻഡോ കാണിച്ച തെറ്റിന് ശിക്ഷ വിധിക്കുന്നതിനിടയിലാണ് ജാസ്മിൻ്റെ അടിവസ്ത്രത്തിൻ്റെ പ്രശ്നം എന്നും ഒഴിവാകുന്നതിനായി അദ്ദേഹം കണ്ടെത്തിയ മാർഗമായിരുന്നു ഇതെന്ന് പൊതുവെയുള്ള ആരോപണം. ഇത് വീടിനകത്തും പുറത്തും വലിയ ബഹളങ്ങൾക്കും വഴക്കിനും കാരണമായി മാറിയിരിക്കുകയാണ്.